ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിക്കോളാസ് ടോമിനെ രചനയും സംവിധാനവും നിർവഹിച്ച് 2023 പുറത്തിറങ്ങിയ ചിത്രമാണ് വാട്ട് യു വിഷ് ഫോർ. 1.5 മണിക്കൂറിനടുത്താണ് ചിത്രത്തിന്റെ ദൈർഘ്യം. നിക് സ്റ്റാൽ, ടാംസിൻ, റാൻഡി വാസ്കോസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നിക്കോളാസ് ടോം തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത്. മാറ്റിയോ ഗുസ്മനാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ. ഇനി നമുക്ക് മെല്ലെ ചിത്രത്തിലേക്ക് വരാം. എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊന്നൊരു പിടിയില്ല. കാരണം എവിടെ തുടങ്ങിയാലും അത് ചിലപ്പോൾ സ്പോയിലർ ആകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കഴിവുണ്ടായിട്ടും ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരു ഷെഫാണ് നമ്മുടെ നായകൻ റയാൻ. റയാൻ തൻ്റെ നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല, ഇച്ചിരി വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ റയാൻ എത്തിപ്പെടുന്നു. അങ്ങനെ നാട്ടിൽ നിന്നും മാറി തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. സുഹൃത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഷെഫാകാൻ പഠിച്ച ജാക്കിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ റയാൻ്റെ യാത്ര. അങ്ങനെ നീണ്ട 10 വർഷത്തിന് ശേഷം റയാനും ജാക്കും കണ്ടുമുട്ടുന്നു. എന്നാൽ ജാക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ റയാൻ അത്ഭുതപ്പെടുകയാണ്. അതെന്താണെന്നൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ അവിടെ വെച്ച് അവർ ആലീസ് എന്നൊരു വിനോദസഞ്ചാരിയെ പരിചയപ്പെടുകയാണ്. അങ്ങനെ അവർ വർത്താനമെല്ലാം പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ആലീസിനെ ക്ഷണിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവരൊരു മത്സരം കണ്ടക്ട് ചെയ്യുകയാണ്, ആരായിരിക്കും മികച്ച ഷെഫ് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മത്സരത്തിൽ റയാൻ ജയിക്കുകയാണ്. മത്സരം റയാൻ ജയിച്ചെങ്കിലും ആലീസ് ജാക്കിൻ്റെ കൂടെ പോവുകയാണ്. റയാന് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും റയാന്റെ പ്രശ്നം വെച്ച് റയാൻ അതിനെ കണക്കിലെടുക്കുന്നില്ല. അങ്ങനെ റയാൻ ജാക്കിന്റെ അടുത്ത് എത്തിയ നാള് തൊട്ട് തന്നെ റയാന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നീ എവിടെ പോയാലും നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും, ഞങ്ങൾക്ക് തരാനുള്ളത് തരാണ്ട് നിന്നെ ഞങ്ങൾ ഒരിക്കലും വിടില്ല എന്നുള്ള ഭീഷണി മെസ്സേജുകൾ റയാന് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം റയാന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ ഒരു മെസ്സേജും റയാൻ എത്തുന്നുണ്ട്. ഇനിയും ഞങ്ങൾക്ക് പണം തന്നില്ലെങ്കിൽ നീ നിന്റെ അമ്മയെ ഇനി കാണില്ല എന്നതായിരുന്നു ആ മെസ്സേജ്. അത്ര എത്തിയപ്പോൾ തന്നെ റയാൻ ആകെ അസ്വസ്ഥനാകുന്നു. അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ റയാൻ കാണുന്ന കാഴ്ച ജാക്കിന്റെ മരണമാണ്. എങ്ങനെ മരിച്ചു, എന്തിനു മരിച്ചു എന്നതൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒരു ദിവസം ജാക്ക് അറിയാതെ റയാൻ ജാക്കിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ റയാൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അതിനുള്ളിൽ കോടികളുടെ സ്വത്താണ് റയാൻ കാണുന്നത്. അങ്ങനെ മരിച്ചു കിടക്കുന്ന ജാക്കിന്റെ ഐഡന്റിറ്റി റയാൻ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം അവിടെ ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ജാക്കിന്റെ മുതലാളി അവിടെ എത്തുന്നു. ജാക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് റയാനെ അവർ ആ പണി ഏൽപ്പിക്കുന്നു. അങ്ങനെ ജാക്കിന്റെ ഐഡന്റിറ്റിയിൽ റയാൻ അത് ഏൽക്കുന്നു. ഇതുവരെ ചിത്രത്തിന്റെ 15 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് ശരിക്കും കഥ ആരംഭിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് എന്തു പറഞ്ഞാലും അത് സ്പോയിലറാണ്. അത് നിങ്ങൾ കണ്ട് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നീടുള്ള സംഭവബഹുലമായ കാര്യങ്ങൾ നിങ്ങളെ ത്രില്ലടിപ്പിക്കുമെന്നത് തീർച്ചയാണ്. ഇതിനിടയിലേക്ക് മറ്റൊരു കഥാപാത്രം കൂടെ വരുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ജാക്ക് നിൽക്കുന്ന നാട്ടിൽ ഒരാളെ കാണാതാവുന്നുണ്ട്. ആ ആളെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നെ അവിടെയുള്ളവർ ഈ ഡിറ്റക്റ്റീവിന് അവരുടെ ഡിന്നറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവും ആ ഡിന്നറിന്റെ ഭാഗമാകുന്നു. ചിത്രത്തിന്റെ പ്രധാന പോസിറ്റീവ് ചിത്രത്തിന്റെ കഥ തന്നെയാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ദൈവമേ, എങ്ങോട്ടാണ് ഈ കഥയുടെ പോക്ക് എന്നായിരിക്കും പിന്നീടുള്ള നമ്മുടെ ചിന്ത. ഇതൊരു സ്ലോ പേസ്ഡ് ത്രില്ലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സിനിമയെ സമീപിക്കാവുള്ളൂ. ഒരു ഞെട്ടലോടെ അല്ലാണ്ട് ഈ ചിത്രം നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ എന്താണോ ക്ലൈമാക്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതായിരിക്കില്ല സിനിമ നമ്മൾക്ക് നൽകുന്നതും. ചിത്രത്തിൻ്റെ മ്യൂസിക്കോ സിനിമാറ്റോഗ്രാഫിയോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അതിനേക്കാളെല്ലാം മുമ്പിൽ ഈ ചിത്രത്തിൽ നിൽക്കുന്നത് അത് ചിത്രത്തിൻ്റെ കഥ തന്നെയാണ്. ആ ഒരു പ്ലോട്ടിനെ ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഇതിൽ മനോഹരം. അതിലേക്ക് ഇവർ കൊണ്ടുവരുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടെ പ്രവൃത്തിയും വളരെ മനോഹരമായിട്ട് തന്നെ സംവിധായകൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശരാകില്ല. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. എന്നാൽ ഇതുവരെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.